കംപ്ലീറ്റ് സാച്ചുറേഷൻ താഴെയാവും. ഞങ്ങളുടെ ചർച്ചിലെ ഒരു വ്യക്തിയെ കുറിച്ച് വിളിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല, ഇന്നുകൂടെ നോക്കും, ഇല്ലെങ്കിൽ വെന്റിലേഷനിലേക്ക് മാറ്റും. കാരണം പുള്ളിക്ക് ഇത്ര ഓക്സിജൻ കൊടുത്തിട്ടും പുള്ളിയുടെ എന്ത് വളരുന്നില്ല, ഓക്സിജൻ കൂടുന്നില്ല, സ്വയമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്വസിക്കാൻ നോക്കുമ്പോൾ ചുമ വന്നു കഴിയുമ്പോൾ ഛർദ്ദിക്കുന്നത് ചോര, ശരീരം മൊത്തം അസ്വസ്ഥതയാവും. ഞാൻ പല രാത്രികളിലും പല സമയത്തും ശ്വാസം കിട്ടാതെ ചാടിയിട്ടുണ്ട് ഒരു മിനിറ്റിന് വേണ്ടി. അന്നെല്ലാം എന്റെ ജീവൻ പിടിച്ചു നിർത്തിയത് എന്റെ ഗുണമല്ല, എന്നിൽ വ്യാപരിക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന, എന്നെ എന്നും സൂക്ഷിക്കുന്ന ഒരു നാഥനുണ്ട്. ആ ധൈര്യത്തിലെ ഞാൻ വിളിച്ചു പറയുന്നത്, ജീവന്റെ അധികാരി യേശു മാത്രം. ജീവന്റെ അധികാരി യേശു മാത്രം. യേശു മാത്രമേ ഈ ലോകത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ ജീവനാകുന്നു. യേശുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ചാൽ നമ്മളെ തൊടുന്നവനെല്ലാം മാറിപ്പോകും, പക്ഷെ നമ്മുടെ ജീവൻ നിലനിൽക്കും. അതാ നമ്മുടെ വിശ്വാസം. എന്താണ് നമ്മുടെ ജീവൻ? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മളെ പോലെ സംരക്ഷണമുള്ള ജാതി ആരുള്ളൂ? ഞാനിങ്ങനെ പറയാറുണ്ടല്ലോ സഭയില്, കുഞ്ഞുങ്ങളെ, നമ്മൾ നല്ല ഡ്രൈവേഴ്സായി ലൈസൻസ് ഉള്ളത് കൊണ്ടല്ല വണ്ടി മുട്ടാതിരുന്നേ. കുഞ്ഞുങ്ങളൊക്കെ സൈക്കിൾ ഓടിക്കുന്നത് നല്ല ബാലൻസ് ഉള്ളത് കൊണ്ടല്ല, വല്ല തൂണിലും പോയി ഇടിക്കാതിരുന്നത്. സ്കേറ്റിങ്ങിലൂടെ പിള്ളേര് വായു വലിച്ച് ഓടുമ്പോൾ ആ സ്കേറ്റിംഗ് ഒന്നും സ്കിഡാകാതിരുന്നത് അവരുടെ പ്രാക്ടീസ് കൊണ്ടല്ല. അവർ പോകുമ്പോൾ, അവർ സൈക്കിൾ ചവിട്ടുമ്പോൾ, അവർ കാർ ഓടിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു കരം നിങ്ങൾക്ക് കാവലുള്ളത് കൊണ്ട്. അതാ നമ്മുടെ ദൈവം. അതാ എനിക്ക് ആ ദൈവത്തെ കുറിച്ച് പറയാൻ സന്തോഷം എന്താണെന്നറിയാവോ? ഈ ദൈവത്തെ പോലെ നല്ലൊരു ദൈവം വേറെ ആരുള്ളൂ? കരയുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്, പറ്റിപ്പോയി എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്, തിരസ്കരിക്കപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, നിന്ദിക്കപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, കരയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എങ്കിലും തകർന്നു പോകാതിരുന്നത്, തകർന്നു പോകാതിരുന്നത് ആ തമ്പുരാന്റെ കരുണയല്ലയോ? നമ്മളിങ്ങനെ പാടുന്നില്ല, കരുതുന്നവൻ നീയല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകോ? ചെറുപാടിയാലേ, ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നെ കൈവിടാത്തൊരു കരം എനിക്കുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്, എന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്, എന്റെ മക്കളുടെ കരം പിടിച്ചൊരു കരമുണ്ട്. ഞാൻ എവിടെ പോയാലും കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. എത്ര പേര് ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്? എന്നെ കരം പിടിച്ച ദൈവത്തിന്റെ ശക്തി ഇപ്പോഴും എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ശത്രുവിനും എന്റെ ജീവൻ നിലനിർത്തിയത്. സന്തോഷത്തോടെ സന്തോഷത്തോടെ അല്പസമയം കരമടിച്ച് നിലമടിച്ച് ദൈവത്തിനുള്ള പ്രവൃത്തി ഏറ്റെടുത്ത് ദൈവത്തിന്റെ വിടുതൽ ഏറ്റെടുത്ത് ചില അവിശ്വാസങ്ങൾ തരട്ടെ. കരുതുന്നവൻ യേശുപത്രേ. ഉറച്ചു പറയുന്നത്, കരുതുന്നത് എന്റെ യേശു. നമുക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലെങ്കിലും എന്തൊക്കെയോ നമുക്ക് വേണ്ടി കരുതി വെച്ചൊരു സ്വർഗമാണ്. ഹല്ലേലൂയ. യേശു ഒരിക്കലും ശിഷ്യന്മാരോട് അന്നന്ന് ലഭിക്കുന്നത് മതി എന്ന് വെക്കരുത്, അങ്ങനെയാണോ പറഞ്ഞേ? നമ്മൾ വായിച്ചിട്ടില്ലേ? എന്നൊരു ഉദാഹരണം പറഞ്ഞ പറവകളെ നോക്കി, അവർ പറഞ്ഞേ വിതയ്ക്കുന്നുമില്ല
കൊയ്യുന്നുമില്ല, കളപ്പരയിൽ. അതിനകത്ത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട്. അല്ലേ? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. വിതയ്ക്കുന്നുണ്ട്, പറഞ്ഞാട്ടെ, വിതയ്ക്കുന്നുണ്ട്, കൊയ്യുന്നുണ്ട്, ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഇതുവരെയും തൃപ്തി ആർക്കും ഇല്ല. അല്ലേ ദിവാസനെ? എത്ര കിട്ടിയാലും നമുക്ക് എന്തില്ല? നിങ്ങൾ പെണങ്ങല്ലേ, ആ ഉള്ള കാര്യം പറയുന്നത്. നമുക്ക് എന്തില്ല? കാക്കകളെ ഒന്ന് നോക്കി, ഒരു ടെൻഷനും ഇല്ല. പറക്കുക എന്നുള്ള ഒരൊറ്റ ടെൻഷനേ ഉള്ളൂ, എന്നാലും ഒരു സന്തോഷമാ. രാവിലെ എഴുന്നേറ്റ് നമ്മളെ പോലെ കഞ്ഞി വെക്കണ്ട, കറി വെക്കണ്ട, എന്തെങ്കിലും ആഹാരത്തിന് പോകണ്ട. അതെല്ലാം കർത്താവ് പറയാം, അതതിന്റെ സമയത്ത്, അതതിന്റെ സമയത്ത്, അതതിന്റെ സമയത്ത് അവരുടെ വായിൽ വെച്ചു കൊടുക്കുവാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ദൈവം ശിഷ്യന്മാരെ നോക്കി പറയും, നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ഇന്നിവിടെ ഇരിക്കുന്നവരെ നോക്കി ദൈവം പറയുകയാണ്, കാക്കയെ കൊണ്ട് കാക്കയുടെ വയറ് നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അതിനേക്കാൾ എത്രയോ 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 വിശേഷമുള്ളതാണ് നമ്മൾ. നമ്മളെ ഉടുപ്പിക്കുവാൻ, നമ്മളെ ഭക്ഷിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിവില്ലയോ? ഞാൻ എന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് വന്ന് സൗഖ്യമായി, ദൈവം സൗഖ്യം തന്നു. വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മൊബൈലിൽ ഒരു മെസ്സേജ്. വേറെ ഒന്നുമല്ലായിരുന്നു, സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ഒരു മെസ്സേജാണ്. എൻ്റെ ഭാര്യ സഹോദരി എന്നെ എടുത്തിട്ട് കാണിച്ച്, ഞാൻ വായിച്ച് എന്നിട്ട് ഞാൻ കമത്തി വെച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കുടിശ്ശിക 1 ലക്ഷം രൂപ അടക്കണം, ഇല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ല. കുറച്ച് നാളായി അടച്ചിട്ട്. എന്തുവാ? കോവിഡ് കഴിഞ്ഞ് ഉള്ള പൈസ എല്ലാം അവിടെ കൊടുത്തു. അവിടെ കൊടുത്ത് 5 പൈസ കാലി പോക്കറ്റിൽ. എനിക്ക് ചോദിച്ചാൽ കിട്ടും, കിട്ടാനുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മാഗൻസ് ഉണ്ട്, റിനി ഉണ്ട്, ജ്യേഷ്ഠനുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്. പക്ഷെ ഞാൻ അന്നേ തീരുമാനത്ത് ആരോടും ചോദിക്കത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകത്തില്ലെന്നേ. അപ്പൊ എന്താ കണ്ടത്? കോവിഡ് കഴിഞ്ഞ് വന്ന ഒന്ന് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നതിന് മുമ്പ് വായിച്ച റിസൾട്ട് എന്താ? 1 ലക്ഷം രൂപ സ്കൂളിൽ അടക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്ത ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കാൻ വന്നതല്ലെന്നേ. ഞാൻ ഇതൊരു അനുഭവം പറഞ്ഞതാ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പൈസ എന്തെങ്കിലും വേണ്ട. പക്ഷെ ഇത് കേട്ടോ, ദൈവപ്രവൃത്തി കാണണമെന്നുണ്ടെങ്കിൽ ചിലത് നമ്മൾ വിശ്വസിച്ച് പറ്റണം. അപ്പം ഞാൻ ഇങ്ങനെ കണ്ട് വായിച്ചിട്ട് കണ്ണടച്ച് സ്വർഗത്തിലേക്ക് ഒരു നോട്ടം, എന്നിട്ട് പിന്നെയും നോക്കി, എന്നിട്ട് അത് വെച്ചിട്ട് ഒന്നും പറയാൻ ഞങ്ങൾക്ക് ശബ്ദമില്ല, കാരണം പൈസ ഇല്ല, കയ്യില്ല. ദൈവത്തോട് ഒരൊറ്റ നോട്ടം നോക്കിയുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഹൃദയ ഇടിപ്പ് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. അത് അനുഭവം ഞാൻ പറയാൻ പോകും. ശ്രദ്ധിച്ചേക്കണേ. അത് കണ്ട 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹ്യൂസ്റ്റണിൽ നിന്നൊരു ഫോൺ കോൾ. ഇത് കേട്ടോ, ഭയങ്കര രസമാണ്. അന്ന് ഞാൻ ഒരിക്കൽ പോയ സമയത്ത് 1 പ്രാവശ്യം അദ്ദേഹം എനിക്ക് ഒരു റൈഡും തന്നു, ഒരു സാൻഡ്വിച്ചും മേടിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ നമ്പർ അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ കയ്യിലുമില്ല. എന്നാൽ ദൈവം പ്രവർത്തിച്ചത് കേട്ടോ. ഞാൻ താമസിച്ച വീട്ടിലെ ചെറുക്കൻ, ഒരു പയ്യനുണ്ട്, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി, എന്നോട് കുശലം പറയാനായിട്ട് വിളിച്ചതാണ്. ഓക്കെ, ദൈവത്തിനൊപ്പം ഞാൻ കുശലമൊക്കെ പറഞ്ഞ്, ദേവാസന എന്താണ് കാര്യം, ഞാൻ പറഞ്ഞ ഇന്ന കാര്യങ്ങളാണ്, സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മള് അങ്ങനെയാണല്ലോ ശീലിച്ചിരിക്കുന്നത്. പോക്കറ്റ് കാലിയാണെങ്കിലും രാജാവാ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല, ഉറച്ചു പറയുക. നിങ്ങൾക്ക് പഠിക്കണം, എന്നാലാണ് പറഞ്ഞത്. പോക്കറ്റ് കാലിയാണെങ്കിലും രാജകുമാരനാണ്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അകത്ത് മറ്റേ തിരമാല അടിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ് പുള്ളി ഒരു 5 മിനിറ്റോളം സംസാരിച്ചു. ദേവാസന അങ്ങനെയൊക്കെ പോയല്ലേ, ഞാനും ഭയങ്കര കഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ജോലിയില്ല, എനിക്കും കോവിഡ് വന്ന്, എനിക്ക് അന്ന് ജോലി കുറെ ആൾക്കാരുടെയൊക്കെ ലേ ഓഫ് ചെയ്തല്ലോ അല്ലെ. എനിക്ക് ജോലിയില്ല, ഞാനും കോവിഡ് പിടിച്ച് മരിക്കാനിരുന്ന കർത്താവ് എന്നെ ജീവിപ്പിച്ചതാ. അപ്പം അകത്ത് ഒരു ഹ്യൂസ്റ്റൺ എന്ന് കേട്ടപ്പോ ചെറിയൊരു വെളിച്ചം കത്തിയത് കിട്ടുപോയി. സോറി ടു സേ ദിസ്. അപ്പം ആ വെളിച്ചം കിട്ടും.
പുള്ളി സ്വത്രം ഞാൻ പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ ദേവാസനെ ധൈര്യമായിട്ടിരിക്കുക, കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് വെച്ചു. കേൾക്കണേ, എന്നിട്ട് ഒരു അരമണിക്കൂർ ശേഷം ഐ ഗോട്ട് അഗെയിൻ എ കോൾ ഫ്രം ഹിം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, എൻ്റെ അവസ്ഥ പറഞ്ഞില്ല, പണമില്ലാത്ത കാര്യം പറഞ്ഞില്ല, ഞാൻ സന്തോഷം മാത്രമേ പറഞ്ഞുള്ളൂ, ദൈവം ഒടിവിച്ച സാക്ഷ്യം മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം അരമണിക്കൂർ വിളിച്ചിട്ട് പറഞ്ഞു, ദേവാസനെ സോറി, എനിക്കൊരു കാര്യം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ദേവാസന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഞാൻ വിചാരിച്ചു നമ്മള് സാധാരണക്കാർ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20,000 രൂപ, ആ പോട്ടെ, ഏറ്റവും കൂടിപ്പോയാൽ ഒരു 50, അത്രയൊക്കെ കപ്പാസിറ്റി. അല്ല അങ്ങനെ പറയണ്ട, കപ്പാസിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷയമാവും. അത്രയൊക്കെ അല്ലെ സാധാരണ അങ്ങനെയല്ല. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ? പുള്ളി എൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചു, ഞാൻ കൊടുത്തു. നമ്മള് ഫോർമാലി അതിൻ്റെ ഒക്കെ ഒരു ആവശ്യമില്ല, അങ്ങനെ പറയുന്നവരാണല്ലോ നമ്മൾ. ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും കൊടുത്തോണം കേട്ടോ, കാരണം അവരുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? നമ്മൾ ഈ ഒന്നുമില്ലെങ്കിലും എന്താ പറയുന്നത്, പൊങ്ങച്ച പഠിക്കാൻ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരെ കഴിച്ചിരുന്ന ആൾക്കാർ വേണ്ട ദേവാസനെ താല്പര്യമില്ലായിരുന്നു. ഈ ചിലവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ വേണ്ടെന്ന് പറയത്തില്ലേ, വേണമെന്നുള്ളത് കൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്. അപ്പോഴേ ചായ ഇട്ട് കൊടുത്തോ, മനസ്സിലായോ? ആ പോട്ടെ, ആ വിഷയം ജോക്കെ പാർട്സ്. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പ്രതീക്ഷ കൂടിയ ഒരു 10 അല്ലെ 20 അത്രേ ഉള്ളൂ. ആ ഉള്ളതായിക്കോട്ടെ, ദൈവത്തിന് സ്വത്രം പറഞ്ഞ്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അത് മേടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്നെ എനിക്ക് ഒരു കോളോട് വിളിച്ചിട്ട് പറഞ്ഞ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാവോ? സത്യം പറഞ്ഞ കരഞ്ഞുപോയി. എന്റെ അക്കൗണ്ടിനകത്ത് 1,03,005 അന്ന് ക്രെഡിറ്റ് ആയി. ദൈവം ജീവിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞവൻ, ഞാൻ ചോദിക്കാതെ തന്നെ മൈലുകൾക്കപ്പുറം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാ, എന്റെ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല. അതാ നമ്മുടെ ദൈവം. അതുകൊണ്ട് എനിക്ക് അടക്കാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചില്ല, ഭാരപ്പെടേണ്ട കേട്ടോ. ദൈവത്തിന് ചെയ്യുവാൻ ചിലതുണ്ട്. ആരോ നോക്കി ദൈവം പറയാ, നിങ്ങളിൽ ദൈവത്തിന്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ചിലത് കരുതിയിട്ടുണ്ട്, അത് തരുവാനുണ്ട്, സ്വീകരിപ്പാൻ എത്ര പേർ തയ്യാറുണ്ട്? ആരടച്ചു വെച്ചാലോ ദൈവത്തിന്റെ ആത്മാവ്, ആര് അധികാരികൾ അടച്ചു വെച്ചാലും അതിനെ തുറന്ന് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കരുത്തുള്ള കാവലുണ്ട്. പറഞ്ഞു പോയാൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി ഒന്നും എത്തത്തില്ല. പറഞ്ഞാട്ടെ, നമ്മുടെ ജീവൻ, ചേർന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അടുത്തത് 4ാമത്തെ വാക്യം. ഈ പ്രത്യാശ എത്ര പേർക്കുണ്ട്? ഇതാണ് ഓരോ ദിവസവും നന്മ ചെയ്ത് ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്താ മനസ്സിലായില്ല വാക്യം? ഒന്നുകൂടി വായിച്ചേ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കി തോന്നുന്നു. വായിച്ചേ. നമ്മുടെ ജീവനായ, ഓ എത്ര പേര് ആ ചിന്തയിൽ ജീവിക്കുന്നുണ്ട്. എന്റെ യേശു വരുവാൻ സമയമായി, കഷ്ടങ്ങൾ മാറുവാൻ സമയമായി, കണ്ണുനീർ മാറുവാൻ സമയമായി, കടങ്ങൾ തീരുവാൻ തയ്യാറായി. എന്റെ ലോകം കഷ്ടം നിന്നതാ, ഈ ലോകത്തിലെ സകലതും അവസാനിക്കുവാൻ സമയമായി. കാരണം എന്റെ ഈ പ്രത്യാശയുള്ളവരാ ഉയർത്തി ജീവിക്കുന്നവർ. എന്താ? ഞാനും അവനോടൊപ്പം പറക്കുന്ന സമയമായി വരുന്നത് കൊണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് എന്റെ യേശു ആകാശത്തിൽ വന്നാൽ ഞാൻ അവനോട് കൂടെ പറക്കുമെന്ന് ഹൃദയം തൊട്ട് വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞാട്ടെ. ഈ ലോകത്തിലെ ഒന്നും എന്നെ കൂച്ചുവില നിടുകയില്ല. എന്റെ പ്രത്യാശ എനിക്ക് നിത്യതയാ. കർത്താവ് വരുവോ? വരുവോ? അത്യോട് പറഞ്ഞ എന്റെ യേശു വരും.
പറഞ്ഞാൽ വിശ്വാസം, എന്നെ യേശു വരും. ഞാൻ ഈ സംഭവങ്ങൾ കണ്ടടിസ്ഥാനത്തിൽ പറയുന്ന വ്യക്തിയല്ല. എന്റെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മാറിപ്പോകട്ടെ, പറഞ്ഞവർ നശിച്ചു പോകട്ടെ, എങ്കിലും യേശു വരും. എനിക്ക് പ്രസംഗിക്കണമെന്നും മനസ്സുണ്ടെങ്കിൽ സമയപരിധിക്കുള്ളിൽ ഞാൻ മാറ്റിവെച്ചിട്ട് പറയാം. ആ പ്രത്യാശയുള്ളവരാകെ കൊണ്ട്. ഏത് പ്രത്യാശ? യേശു വരും, ഞാൻ പോകും. അത് കരപ്പെടുത്തുള്ളത്, യേശു വരും, ഞാൻ പോകും. സന്തോഷത്തോടെ പറയുന്നത്, ഒരു എനർജിയെ കൊണ്ടായിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് യേശു വന്നാലും വണ്ടി ഇട്ടിട്ട് പോകും. ലോകത്തിന്റെ ഭാര്യ പോലെ ആയിപ്പോരുത്. കർത്താവേ, ഇപ്പോഴെങ്ങാനും വന്നേക്കല്ലേ, ഇപ്പൊ ഒരു പുതിയ വീട് മേടിച്ചോളൂ. നോ, അതിനേക്കാളും നല്ലതൊന്നേ. പുത്തൻ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത്, അതിന്റെ തങ്ക തെരുവിനെ കുറിച്ച് വിശദീകരിക്കുന്നത്, ഒരു ആർക്കിടെക്ട് പോലും വരയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ മഹാരാജാവ് ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നഗരമുണ്ട്. അത് ഭൂമിയിലെ പണിയല്ല. അവിടെ വചനം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു പുതിയ യെരൂശലേമുണ്ട്. ആ പ്രത്യേകതയില്ലേ? വീടില്ലെങ്കിൽ താഴെ ഒരു വലിയ ബംഗ്ലാവോ വരുന്നത് മേളിൽ നിന്ന് താഴേക്ക്. വീടുള്ളവർക്ക് നല്ലത്, ഇനിയും കിട്ടട്ടെ. പക്ഷെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരു ടെൻഷനും വേണ്ട. എന്ത് വരുന്നുണ്ടാ? എടാ, ഇവിടെ കാശ് കൊടുത്ത് നെഞ്ചടിപ്പോടുകൂടെ മാസം പണം പേ ചെയ്യണം. ഒരു കാശും കൊടുക്കാതെ, 5 പൈസയുടെ കടഭാരമില്ലാതെ എനിക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കുന്ന ഒരു യെരൂശലേമുണ്ട്. കോടിക്കണക്കിന് നമ്മൾ വില മുടക്കിയാലും നാളെ ഇട്ടിട്ട് പോണം. ഞങ്ങളുടെ ഇന്ത്യയില് അംബാനി ഒരു വലിയ വീട് വെച്ചു. 15,000 കോടിക്ക് മേളിലായി ഇപ്പൊ വില. എത്ര? 15,000 കോടിക്ക് മേലെ വില. ഞാൻ ചോദിക്കുക, എന്തിന് ഈ എടുക്കുന്ന ശ്വാസം തക്കേന്ന് നിന്നാ തീർന്നു. 15,000 കോടിയിൽ മരിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കൂ? എന്നാൽ ഈ ജീവിതം കഴിഞ്ഞിട്ട് ഒരിക്കലും 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 ആ വീട്ടിൽ നിന്ന് എന്നെ ആരും ഇറക്കി വിടുകയില്ല. അത് നിത്യയുഗങ്ങളോളം വാഴുന്ന ഒരു ഭവനമാ. അതുകൊണ്ട് യേശു ഭൂമിയിൽ ഉള്ളപ്പോൾ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, മനം കലങ്ങരുത്, ശങ്കിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുക. അത് ഒരുക്കിയതിന് ശേഷം ഞാൻ വേഗം വരും. ഇതാ പൗലോസിന്റെ പ്രത്യാശ. ഇങ്ങനെയുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിൽ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ചിന്ത ഉയരത്തിലുള്ളത്, ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുന്നത്, എന്റെ ജീവൻ ക്രിസ്തുവില. അങ്ങനെയുള്ളവരുടെ പ്രത്യാശയാണ് എനിക്ക് നിത്യമായ ഒരു ഭവനമുണ്ട്. സന്തോഷമല്ലേ? വല്ലപ്പോഴൊക്കെ വെളിപ്പാട് പുസ്തകം പുത്തൻ യെരൂശലേമിനെ കുറിച്ച് വായിക്കണം. ദൈവം പറയാം, ഞാൻ എന്റെ സഭയെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പ്രവാചകനെ വിളിച്ചുകൊണ്ടുപോയിട്ട്, യോഹന്നാനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ആകാശത്ത് നിന്ന് പുത്തൻ യെരൂശലേമിൽ ഇറങ്ങി വരിക. ഒരുങ്ങി നിൽക്കുന്ന ഒരു മഹാകെട്ടിടം കാണിച്ചിട്ട് പറയാം, നോക്കിയേ അതാ സഭ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഇൻഡയറക്ട്ലി നിങ്ങൾ ചുമ്മാ പരിധി നടക്കുന്ന ആത്മാക്കളല്ല, നിങ്ങൾക്ക് നിത്യതയിൽ താമസിക്കുവാൻ ഞാനൊരു ഭവനം കെട്ടിവെക്കുന്നു. മറ്റുള്ളവർക്ക് ആത്മാവ് കറങ്ങി നടക്കുന്നു പറയുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ആത്മാക്കൾക്ക് സ്വന്തമായി താമസിക്കാൻ ദൈവം ഒരു കരുതിയിട്ടുണ്ട്. നമ്മുടെ അല്ലല്ലോ വിഷയം. എന്താ? നമുക്കൊരു നിത്യതയുണ്ട്, അല്ലെങ്കിൽ നിത്യമായ ഒരു ഭവനമുണ്ട്. അതിനുവേണ്ടി ചേർക്കാൻ ആര് വരും? ആരാ വരാൻ പോകുന്നേ? പറഞ്ഞോ, ചേർത്ത് പറ, ആര് വരും? വിശ്വാസമില്ല യേശു വരും എന്ന് പറഞ്ഞിട്ട്. കർത്താവിന്റെ ദാസൻ 2000 വർഷം മുമ്പ് പറഞ്ഞപ്പോ ഇതുവരെയും വന്നില്ല. ഇനി എന്തിനാ വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കർത്താവ് വരും. കർത്താവ് വരും. പ്രധാന കർത്താവ് വരും. കർത്താവ് വരും.
ഈ ബൈബിളിൽ പറയുന്ന പ്രവചനങ്ങൾ നിറവേറി വന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന വചനമനുസരിച്ച് ലോകത്തിന്റെ കാലക്രമം മാറുന്നുണ്ടെങ്കിൽ, ശത്രു രാഷ്ട്രങ്ങൾ എതിരാകുന്നുണ്ടെങ്കിൽ, മനുഷ്യർ തമ്മിൽ അടിക്കുന്നുണ്ടെങ്കിൽ, ആകാശത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ, മനുഷ്യരുടെ ഇടയിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ, ഞാൻ നിശ്ചയമായി ശക്തിയായി തിരിച്ചു പറയുന്നു, എന്റെ ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം